ഹായ്, ഞാൻ ഇന്നൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ പർപ്പസിനും ഓരോ ബാഗായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ചെയ്യുന്ന സാധനങ്ങളും അതനുസരിച്ച് സൈസ് മാറുക ഒക്കെ ചെയ്യും. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ മാറ്റുന്നൊരു പതിവ് കൂട്ടത്തിലാണല്ലോ നമുക്ക്. അപ്പം ഞാൻ ഇന്ന് അത്യാവശ്യം എൻ്റെ ഒരു പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ട്രാവലിന് ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ബാഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ബാഗ്. അപ്പോൾ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഗെസിൻ്റെ ബാഗാണ്. ഇതെനിക്ക് അനിയൻ ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. ഇത് ബോംബെ, നമ്മൾ കുറച്ച് നാൾ മുന്നേ ബോംബെ ഷിർഡി ഒക്കെ ഒരു ട്രിപ്പ് പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് അനിയൻ ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ഈ ബാഗാണ് പലപ്പോഴും ക്യാരി ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ആദ്യം തുറന്നപ്പോൾ തന്നെ വന്നത് കുടയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ വെയിലുള്ള സമയമാണെങ്കിലും എൻ്റെ കുട എപ്പോഴും കാണും. കുടയാണ് ആദ്യം കിട്ടിയത്. ഇനി ഒരു വെറ്റ് വൈപ്സ് ആണ് കിട്ടിയത്. ഇതിനകത്ത് 2 ടിഷ്യൂ മറ്റേ ഉള്ളൂ. യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. യൂഷ്വലി ആദ്യമേ ബാഗ് തുറന്നാൽ ഫോണാണ് കിട്ടേണ്ടത്. ഇന്നെന്തോ അത് രണ്ടാമതായി പോയി. ഒരു ഫോൺ, ഇത് മെയിൻ ഫോൺ, പിന്നെ ഒരു സെക്കൻഡ് ഫോൺ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ 2 ഫോണുണ്ട്. ഇനി വാലറ്റ്, എല്ലാവരുടെയും പൊതുവെ ഒരു വാലറ്റേ കാണും. പക്ഷെ ഞാൻ എപ്പോഴും 2 വാലറ്റ് ക്യാരി ചെയ്യും. ഇത് എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്ത വാലറ്റാണ്. അമ്മയ്ക്ക് മേടിച്ച വാലറ്റാണ്. എനിക്കിത് ഇഷ്ടമായി പറഞ്ഞപ്പോൾ അമ്മ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നൊരു വാലറ്റാണ്. ഇത് ഫോസിലിൻ്റെ വാലറ്റാണ്. എനിക്ക് ഈ വാലറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറ് നമുക്ക് വാലറ്റ് തുറന്നു കഴിഞ്ഞാൽ കാർഡ് വയ്ക്കാം. ഈ കാണുന്നൊരു സ്പേസ് മാത്രമേ കാണൂ. പക്ഷെ ഈ വാലറ്റിൽ നമുക്ക് ഇവിടെ കാർഡ് വയ്ക്കാം, ഈ സൈഡിലും കാർഡ് വയ്ക്കാം. പോരാത്തതിന് അകത്ത് 2 കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ഒരു സിപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാശ് വയ്ക്കാം, സിപ്പിൽ കോയിൻസ് ഇടാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിമ്മിൻ്റെ ഇടാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടാം. അപ്പോൾ എനിക്ക് ഈ വാലറ്റ്, പൊതുവേ ഞാൻ പലതരത്തിലുള്ള വാലറ്റ് മേടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാലറ്റ്. അപ്പോൾ ഈ ഒരു വാലറ്റ് ഉണ്ട്. ഇനി ഇതുകൂടാതെ ലാവിയുടെ ഒരു വാലറ്റ് ഉണ്ട് എൻ്റെ ഇപ്പോൾ. അപ്പം ഈ വാലറ്റിനകത്തായിരിക്കും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാർഡും പിന്നെ കുറച്ച് കാശ്, 500 രൂപയോ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നൊരു ചെറിയ വാലറ്റ് വേറെയും എൻ്റെ കയ്യിൽ കാണും. ഇനി അടുത്തത് ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ 1000 വിഷസ് ആണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ ഏറ്റവും നല്ല മണം, നല്ല സ്മെല്ലുള്ളത് 1000 വിഷസിനാണ്. ഇതിൻ്റെ ക്രീം അല്ലെങ്കിൽ മിസ്റ്റ് അല്ലെങ്കിൽ ലൂഷൻ, ഇതെന്തെങ്കിലും എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. അപ്പോൾ എനിക്ക് ഇത്രയും മിനി ഇപ്പോൾ കിട്ടിയത് എൻ്റെ അങ്കിള് കാനഡ വരെ പോയിരുന്നു. അപ്പോൾ മാമൻ എനിക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കൂടെ മാമൻ കൊണ്ടുവന്നതാണ് ജാപ്പനീസ് ചെറി ബ്ലോസം ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. ഞാൻ പൊതുവെ എനിക്ക് ജാപ്പനീസ് ചെറി ബ്ലോസം അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പം എൻ്റെ മിനി കിട്ടിയോണ്ട് പിന്നെ അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണ് ഈ ജാപ്പനീസ് ചെറി ബ്ലോസം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബാഗ് ഭയങ്കര സൈസുള്ള ബാഗ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചെറിയ മിസ്റ്റും ഇതിൽ ക്യാരി ചെയ്യും. ഇനി ഒന്ന് പെർഫ്യൂമാണ്. ഇത് ഗൊർലിൻ്റെ പെർഫ്യൂമാണ്. എൻ്റെ കയ്യിൽ എപ്പോഴും പലതരം പെർഫ്യൂം കാണും. അത് ഭയങ്കരമായിട്ടൊന്നും യൂസ് ചെയ്ത് തീർക്കാറില്ല, പക്ഷെ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും. അപ്പോൾ ഈ പെർഫ്യൂം എനിക്ക് ഖത്തറിലുള്ളൊരു ഫ്രണ്ട് അടിച്ച് മണം ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ആളടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മണമായിരുന്നു. പക്ഷെ ഞാൻ അടിക്കുമ്പോൾ ഒരിക്കലും എനിക്കിതിന് മണം തോന്നാറേ ഇല്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ എപ്പോഴും ചോദിക്കും ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് അത്ര ബ്യൂട്ടിഫുൾ സ്മെല്ലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനിത് കുറേ നാളിന് ശേഷം ഇന്നലെ അടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു ഏതാണ് നീ അടിച്ചിരിക്കുന്ന പെർഫ്യൂം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഗൊർലിൻ്റെ പെർഫ്യൂമാണ്. ഭയങ്കര നൈസ് സ്മെല്ലാണ്. ഈ ടിഷ്യൂ ഒന്നുകൂടെ ഒരു ടിഷ്യൂ ഉണ്ട്, ഇത് പൊട്ടിച്ചിട്ടില്ല. പിന്നെ സൺസ്ക്രീൻ ഉണ്ട്. എൻ്റെ കയ്യിൽ സ്പ്രേ സൺസ്ക്രീനും കാണാറുണ്ട്. ഇതിപ്പോൾ
ക്രീമാണ്, എക്കോളജിക്കയുടെ സൺസ്ക്രീനാണ്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഒരു കോമ്പുണ്ട്, ഇനി ഒരു പൗച്ചുണ്ട്. സാധാരണ എൻ്റെ ഒരു 3 പൗച്ചൊക്കെ കാണും. അപ്പോൾ ഈ ബാഗിൻ്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഇതിനെ അത്രയും ഹെവി ആക്കി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു പൗച്ച് മാത്രം എടുത്തിരിക്കുന്നത്. ഈ പൗച്ചിനകത്ത് ക്രഞ്ച് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, പിന്നെ ഒരു നെയിൽ പോളിഷ് ഉണ്ട്, പിന്നെ ഫേസ് ഷോപ്പിൻ്റെ ഒരു ടിൻഡ് ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് മേബലിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഇതും മേബലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ക്രീം ലിപ്സ്റ്റിക്കാണ്, എന്തിൻ്റെ ആണെന്നുള്ളത് മറന്നുപോയി, പക്ഷെ നല്ല റെഡാണ്, അതിൽ കാണുന്നില്ല എന്തിൻ്റെ ആണെന്നുള്ളത്. പിന്നെ ഒരു മസ്കാര ഉണ്ട്, ഐബ്രോ ഉണ്ട്, ഇനി ഐബ്രോ പെൻസിൽ ഉണ്ട്, ഇത് കാജലുണ്ട്, പിന്നെ ഒരു ലിപ് ലൈനർ ഉണ്ട്. ഞാനിപ്പോൾ എനിക്ക് നേരത്തെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ക്രീം ഡാർക്ക് കിസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചെറിയ മിനി ബോട്ടിൽ പോലെ ആക്കിക്കൊണ്ട് നടക്കും, എപ്പോഴും കയ്യിൽ പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ഊത് അത്ര അങ്ങനത്തെ ഒരു സാധനം. ഇതെപ്പോഴും എൻ്റെ കയ്യിൽ, അമ്മയുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ, ഫാമിലിയിൽ എല്ലാവരുടെയും കാണും. ഇത് തീർന്നാൽ നമ്മൾ മേടിച്ച് മറ്റേ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പതിവുണ്ട്. പിന്നെ നെയിൽ കട്ടർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 പൗച്ച് എൻ്റെ കയ്യിൽ യൂഷ്വലി കാണും. അപ്പോൾ ഇന്ന് ഈ ബാഗ് ഇതിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൗച്ച് ചെറുതാക്കിയതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഈ ബാഗിൽ ഉള്ളത്. അപ്പോൾ ടാറ്റാ.